നമസ്കാരം. ഈ സംഭവം നടക്കുന്നത് കർണാടകയിലെ ഷിമോഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മംഗലാപുരത്ത് നിന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു അങ്കിൾ അവിടെ ഉണ്ട്. അയാൾക്ക് അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ സ്ഥലവുമുണ്ട്, കൃഷിയൊക്കെ ഉണ്ട് അവർക്ക്. കുറച്ച് ഉള്ളിലാണ്, ടൗണിൽ നിന്നൊക്കെ കുറച്ച് ആ ജില്ലയിലാണ് എന്നുള്ളൂ, എന്നാലും ടൗണൊക്കെ തന്നെ. അപ്പോൾ ഈ അങ്കിള് വളരെ പണ്ട് പോയതാണ്. അപ്പോൾ അവരുടെ തറവാട് ഓഹരി വെച്ചപ്പോൾ അയാൾക്ക് 2 സ്ഥലത്തായിട്ട് കുറച്ച് ഭൂമി കിട്ടി. ഒന്ന് റോഡിൻ്റെ പക്കത്ത് ഒരു കുറച്ച് സ്ഥലം, ഒരു 10 സെൻറ്റിൽ താഴെ. പിന്നെ കുറച്ച് ഉള്ളിൽ ഒരു 2-3 പറമ്പ് ക്രോസ് ചെയ്ത് പോയാൽ കുറച്ച് അധികം സ്ഥലവും കിട്ടി. അപ്പോൾ ഇയാൾക്കത് വിൽക്കണം, കാരണം അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കുക. അവർ വിദൂര ഭാവിയിൽ പോലെ അവർ വരുന്നില്ല, ഇപ്പോഴും അവരവിടെ തന്നെ. അപ്പോൾ കത്തൊക്കെ അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏർപ്പാടാക്കി ഒരു ബ്രോക്കർ ആ ഉള്ളിൽ കിടക്കുന്ന സ്ഥലം സെറ്റാക്കി. ഈ റോഡ് സൈഡിലുള്ള 10 സെൻറ്റിൽ താഴെയുള്ള സ്ഥലം ഞങ്ങളും എടുക്കാം, അങ്ങനെ തീരുമാനമായി. അങ്കിൾ വന്നു. അപ്പോൾ ഒരു എഗ്രിമെൻ്റ് എഴുതി ആദ്യം. ഒരു 15 ദിവസത്തിനുള്ളിൽ ബാക്കി പൈസ കൊടുക്കുമ്പോൾ രജിസ്ട്രേഷൻ. അപ്പോൾ അങ്കിൾ വന്ന് താമസിച്ചൊക്കെ ഞങ്ങളുടെ വീട്ടിലാണ്. ഒരു ലാജാനബാഹു. അങ്ങനെ ഇയാൾ പോയിട്ട് വരണ്ടേ. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇപ്പോൾ വരണോ? അപ്പോൾ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ് ഞാൻ ജോലിയിലൊന്നും കയറിയിട്ടില്ല, ഫ്രീയാ. അപ്പോൾ എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനുണ്ട് പറഞ്ഞു. ഇയാളെ അതിന് മുമ്പ് കണ്ടിട്ടില്ല, അന്ന് ആ വരവിനാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്തെത്തി. അങ്ങോട്ട് തീവണ്ടിക്കാണ് പോയത്, മംഗലാപുരം വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ തീവണ്ടി ഇല്ല അവിടുന്ന്, ബസ്സിൽ ഒരു പുഴ ചങ്ങാടോ എന്തോ കടന്നെന്ന എൻ്റെ ഓർമ്മ. അപ്പം കറക്റ്റ് കിട്ടണല്ലോ. ഏതായാലും അവിടെ ചെന്നപ്പോൾ ഒരു ഇടത്തരം വീട്. ആൻറ്റി മലയാളിയാണ്, മോള് പക്കാ കന്നഡ. വർത്താനമൊക്കെ കന്നഡ കൂടുതലും, മലയാളം പറയും വീട്ടിൽ. വേഷവിധാനങ്ങളൊക്കെ തനി കന്നഡ. ആപ്സാരിയൊക്കെ കൊടുക്കുള്ളൂ വീട്ടിൽ. എന്നല്ലൊരു 5-8 വയസ്സിന് മൂത്തതാണ്, മാരേജ് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഒരു തീർച്ച പെണ്ണ്, ഒരു കറുത്തതുമല്ല വെളുത്തതുമല്ല, അത്യാവശ്യം എല്ലാം ഉണ്ട്. അതിൻ്റെ നോട്ടം കണ്ടാൽ തന്നെ ഡേഞ്ചറാണ്, അത് തിന്നുകളയാൻ പോണ നോട്ടം. പിന്നെ ഞങ്ങൾ വകയിൽ എൻ്റെ പെങ്ങളായിട്ട് വരില്ല. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്ത് പെങ്ങൾ, എന്ത് ആങ്ങള. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് വൈകുന്നേരമായി. രാത്രി ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അങ്കിള് 4 അടിച്ച്. അയാൾ ഡെയിലി അടിക്കുമെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം നല്ലോണം കഴിക്കും, കിടന്നുറങ്ങും. അപ്പം ഞാൻ ഗസ്റ്റല്ലേ. അപ്പം പ്ലാൻ എന്താണ്, ഈ രജിസ്ട്രേഷന് വരുമ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ടുവരിക, അത്രയും ദിവസം എന്നോട് നിർത്തും. അങ്ങനെ രാത്രിയായി. അങ്കിള് കട്ടിലുമേ കിടന്നു. വലിയ ഡബിൾ കോട്ടൊന്നും അല്ല. പിന്നെ ഞാനും കിടന്നു. അങ്കിള് മതിലിൻ്റെ സൈഡിൽ, ഞാനിപ്പുറത്ത്. കട്ടിലിൻ്റെ താഴെ പായിട്ടേക്കുന്നത് അവിടെ ആൻറ്റിയും ഈ പെണ്ണും. അപ്പം നേരെ അടിയിൽ ഈ പെണ്ണ കിടക്കണം, അപ്പുറത്തെ ആൻറ്റി. ഇതെന്ന് പറഞ്ഞാൽ ഈ കട്ടിലിൻ്റെ അടിയിൽ എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നാണിത്. പക്ഷേ ഞാനല്ല അങ്ങോട്ട് മുൻകൈ എടുത്തത്. രാത്രിയായി. അങ്കിള് സാധനം അടിച്ച് കിടക്കല്ലേ, കൂർക്കം വലിച്ചിട്ട് എന്തൊരു സൗണ്ട്, ഒരു അഡ്രസ്സും ഇല്ല. ആൻറ്റി അപ്പുറത്ത്, എൻ്റെ നേരെ ചുവട്ടിൽ ഈ പെണ്ണ. കുറേ ഇതായി കഴിഞ്ഞപ്പോൾ ഒരു കൈ എൻ്റെ മേലിങ്ങനെ ഇരിക്കുന്നുണ്ട്, എൻ്റെ സാധനത്തിന്മേൽ തപ്പുണ്ട്. ഞാനാകെ പേടിച്ച്. ഇയാൾ പിന്നെ അറിയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്, ഇയാളുടെ കൂർക്ക അങ്ങനെ കേൾക്കാം. ഇവള് സാധനം പുറത്തെടുത്തപ്പോൾ ഇത് നല്ല ജവാനായി നിൽക്കുക. പെണ്ണിൻ്റെ കൈയൊക്കെ തൊട്ടാൽ ഏത് ആളുടെ സാധനം റെഡിയാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട് കുറേയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവളെന്ത് ചെയ്ത്, എൻ്റെ കൈയെടുത്ത്
ഇവളുടെ അടിഭാഗത്ത് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവള് ഹാഫ് സാരിയാണ് കൊടുത്തേക്കണം, അതൊക്കെ തീർത്ത് കയറ്റി വെച്ചേക്കണം. ചട്ടിയും താത്തി വെച്ചിട്ടുണ്ട്, കുറച്ച് താത്തി വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതുമ്മേ പിടിപ്പിക്കുക, അതായത് എന്നെ കൊണ്ട് കൈ കൊണ്ട് ആക്കിക്കാനുള്ള ശ്രമം. എന്നിട്ട് ഇപ്പോൾ എൻ്റെ കൈയിൻ്റെ പുറത്ത് കൂടി അതുമ്മേൽ ഇങ്ങനെ വേഗത്തിൽ ഇങ്ങനെ ആക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് എങ്ങനെയും വരുത്താനാണ്. അതിൽ ഞാൻ എന്ത് ചെയ്ത്, ആ ചെറിയ ക്ലിറ്റോറിസാണ്, അത് 2 വിരലിൻ്റെ ഇടയിലാക്കി ഞാനിങ്ങനെ സ്പീഡിലാക്കി കൊടുത്ത്. കുറച്ച് നേരം അവിടെ കിടന്ന് നെരിപിരി വെള്ളമുണ്ട്, ശ്വാസഗതിയൊക്കെ സ്പീഡായി. പിന്നെ അവൾ എൻ്റെ കൈ തട്ടി മാറ്റി. അപ്പം എനിക്ക് മനസ്സിലായി അവൾക്ക് വന്നു. പിന്നെ നോക്കുമ്പോൾ ഒന്നുകൂടി തപ്പി നോക്കുമ്പോൾ അവൾ ഷെഡിയൊക്കെ നേരെയാക്കി അവൾ കിടന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കാര്യത്തിന് തീരുമാനമാകണമല്ലോ. ഇയാൾ ഇവിടെ കിടന്ന് കൂർക്കം വലിക്കുമ്പോൾ ഞാൻ മെല്ലെ എൻ്റെ കൈയും കൊണ്ട് ഞാനൊരു പ്രയോഗം നടത്തി, അത് സെറ്റായി ഞാൻ കിടന്നുറങ്ങി. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇവള് അവിടെ അടുത്ത് ഒരു 1-2 കിലോമീറ്റർ അപ്പുറം ട്യൂഷൻ പഠിപ്പിക്കാൻ പോകലുണ്ട്. അവൾ സൈക്കിളെടുത്ത് പോയി, അങ്കിള് ജോലിക്കും പോയി. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി, ഏകദേശം 10 മണിയായി. അപ്പോൾ ആൻറ്റി ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി ഞാൻ അതൊക്കെ തിന്ന്. അപ്പോൾ ആൻറ്റിനെ ശ്രദ്ധിക്കുമ്പോഴാണ് ആൻറ്റി അതിലേറെ ടോപ്പ്. പിന്നെ ഇതൊന്നും ഞങ്ങളുടെ ചോര രക്തബന്ധമൊന്നും അല്ലല്ലോ. മോളേലും സൂപ്പർ ആൻറ്റിയാണ്. അവൾക്ക് വലിയ പ്രായമൊന്നുമില്ല, ഒരു 42 മേലൊക്കെ എത്തുള്ളൂ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവർ എന്നോട് കുണുങ്ങൽ തുടങ്ങി. ഇവർ ഒരേ വർത്താനമൊക്കെ പറയുമ്പോൾ എന്നോട് ചോദിച്ച്, ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ലേ, എന്താണ് ഉറക്കം വന്നില്ലേ? ഒരു കുത്തുവാക്കുകൾ. ഇന്നലെ നിന്നെ അവൾ എന്തെങ്കിലും ശല്യം ചെയ്ത് ചോദിച്ച്. ഏയ് ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ അവളുടെ അടുത്തല്ലേ കിടന്നു വെച്ചേ. നിന്നെ അവൾ എന്തെങ്കിലും ചെയ്യുന്നു നമുക്ക് ചോദിച്ചു. സ്വന്തം മോളെ പറ്റിയാണ് ഈ ചോദിക്കണേ. ഞാൻ പറയാം ഇല്ലാണ്ട് നീ എന്തെങ്കിലും ചെയ്തു ചോദിച്ചു. ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് അവിടെ അണക്കം ഇതൊക്കെ കേട്ടല്ലോ, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, നീ എന്നോട് തുറന്ന് പറയാറ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൈ എടുത്ത് അവിടെ തൊടിയിപ്പിച്ച്. അപ്പോൾ ഇവർ പറഞ്ഞേ നിനക്കത് എന്തെങ്കിലും പേടിയുണ്ടായോ? ഞാൻ പറഞ്ഞു പേടിയുണ്ടായി, കാരണം അങ്കിളെടുത്ത് കിടക്കണം, നിങ്ങളപ്പുറത്ത് കിടക്കണം. നീ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ചോദിച്ചു. ഇല്ല, ഞാൻ ഇതുവരെ വലിയ പെണ്ണുങ്ങളത് കണ്ടിട്ട് തന്നെ ഇല്ല പറഞ്ഞു. പേരും കള്ളമാണ് ഞാൻ പറഞ്ഞത്. ഇവരെന്നോട് ചോദിക്കാൻ നിനക്കതൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ നീ ഇന്നലെ അങ്ങനെ ഒന്നും ചെയ്യില്ല അവളെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു പൊട്ടൻ്റെ പോലെ ഒരു ശമ്യശീരിയൊക്കെ ചിരിച്ച് ഇവർ പറഞ്ഞു അകത്തേക്ക് നടക്കുക പറഞ്ഞു. ഏത് സെയിം ബെഡ്റൂമിലേക്ക്. എന്നിട്ട് പറഞ്ഞേ ഇനിയിപ്പം ആരും ഇങ്ങോട്ട് വരില്ല പറഞ്ഞു, വാതിലടക്കുക പറഞ്ഞു. എന്നിട്ട് ഇവരുടെ മേൽവസ്ത്രം അഴിച്ച്. അപ്പം എന്താ, ഇയാളെന്നും വെള്ളമടിച്ച് കിടക്കുകയാണ്, ആൻറ്റിക്കുള്ള മരുന്ന് കൊടുക്കണില്ല, അതാണ് പ്രശ്നം. എൻ്റെ അമ്മ, ഞാൻ എവിടെ പോയാലും ഇതാണുള്ള ഗതിന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച്. ഏതായാലും ഞാൻ നല്ലോണം എടുത്തു കൊടുത്ത്, ടങ്കൊക്കെ ഉപയോഗിച്ച് നല്ലോണം ട്രീറ്റ് ചെയ്ത്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു നിനക്കിത് എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞു. ഇല്ല, വായിച്ചുള്ള അറിവാണ്, ഞാൻ പുസ്തകത്തിലൊക്കെ വായിച്ചതാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവർക്ക് 2 പേർക്കും ഈ 15 ദിവസം കൊണ്ട് ഈ 2 പേർക്കും പരസ്പരം മനസ്സിലായി. പിന്നെ അവർ തമ്മിൽ തന്നെ പ്രശ്നമില്ലാത്ത രീതിയിലാക്കി. കാരണം ഞാൻ ഇനി മോളെ പിടിക്കണ കണ്ടാലും തള്ളക്ക് പ്രശ്നമില്ല എന്നുള്ളൊരവസ്ഥയ്ക്ക് എത്തി. ഇയാളുണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ ഞാനും മോളും കൂടി ഒരു മുറിയിൽ കയറി വാതിലടച്ചാലും തള്ളൊന്നും മുണ്ടൂല. അത്ര കോംപ്ലിമെൻറ്റ്സ് ആയി അവിടെ ആ വീട്ടിൽ. പിന്നെ ഞാൻ ഗസ്റ്റും അല്ലേ. ഇങ്ങനെ ഒരു വീട് ഞാൻ വേറെ കണ്ടിട്ടുണ്ട്, അമ്മമാർക്ക് പ്രശ്നമില്ലാത്ത. ഈ കേൾക്കണ ചില ആൾക്കാർക്ക് ഇതൊക്കെ അതിശയമാവും, കാരണം അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അങ്ങനെ രജിസ്ട്രേഷൻ്റെ ഡേറ്റായി. അപ്പോൾ ഇവർക്ക് കൊച്ചി കാണണം. അങ്ങനെ എല്ലാവരും കൂടെ പോരുക. പോന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ്
പൈസയൊക്കെ ബാങ്കിൽ ഇടാനുള്ളതൊക്കെ അന്ന് അവരുടെ നാട്ടിൽ കൊണ്ടുപോയ ബാങ്കിലിടുക. അങ്കിള് പോയി, ഇവർ കുറച്ച് ദിവസം അവിടെ നിൽക്കും പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവരെ കൊണ്ടുപോയി കൊച്ചി ഒക്കെ കാണിക്കും, ഫോർട്ട് കൊച്ചി. അപ്പോൾ അവരുടെ നാട്ടിൽ പുഴയും ഇതൊക്കെ ഉണ്ട്. തോണിയിൽ അങ്ങനത്തെ ഒന്നും കയറുന്നത് വലിയ ത്രില്ലില്ല അവർക്ക്. എന്നാലും ബോട്ട് യാത്രയൊക്കെ ചെയ്ത് നമ്മുടെ ചെറിയ ചെറിയ ഐലൻഡുകളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ. പിന്നെ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, അങ്ങനത്തെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് വീട്ടിൽ വന്ന ഇത് തന്നെ. എൻ്റെ വീട്ടിലാകെ മദർ മാത്രമല്ലേ ഉള്ളൂ, ഈ ആൻറ്റിയും മോളും. അവസാനം അവർ പോകുവോളം മാറി മാറിയായിരുന്നു. അതായത് ഇവർ പരസ്പരം ടൈം ഷെഡ്യൂൾ വെച്ച്, അതായത് ഒരാളുടെ ഒപ്പം ഞാനാണെങ്കിൽ മറ്റേ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു രീതിയിലാക്കി. കാരണം ഇവർക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. പിന്നെ ഞാൻ ഈ അവകാശമൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലൂലല്ല, കുറച്ച് ഓപ്പണായാലും കുഴപ്പമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി. സ്വന്തം അമ്മ കണ്ണടച്ച് തന്ന പ്രശ്നം വേറെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതും തള്ളു പറയുകയാണെന്ന് പറഞ്ഞാൽ. സത്യമായിട്ടുമല്ല. സ്വന്തം മോളെ ചെയ്യാൻ വേണ്ടി മാറി തന്ന വേറെ അമ്മയുണ്ട് എൻ്റെ അറിവിൽ. അവരാ ഭാഗം ശ്രദ്ധിക്കില്ല, ടി വി കാണുക, എന്തെങ്കിലും ചെയ്യും. ഇപ്പം നമ്മൾ മുറി കയറി വാതിലടച്ചാൽ എന്തിനാ വാതിലടക്കണമെന്ന് ഇപ്പം അറിയാലോ, പട്ടാപ്പകൽ മുണ്ടൂല. അപ്പം പുറത്താരെങ്കിലും വന്നാൽ ഇവർ ഡീൽ ചെയ്തോളൂ. ഇതേപോലെ അമ്മായിയമ്മ കണ്ണടച്ച് മരുമോള് ചെയ്യാൻ അയച്ചത്. പെണ്ണുങ്ങൾ തമ്മിൽ സഹകരണം ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവരുടെ ഇടയിൽ അസൂയയില്ല. പെണ്ണുങ്ങൾ തമ്മിൽ അസൂയ ഉണ്ടാകുമ്പോഴാണ് ഈ സ്പാർക്ക് ഉണ്ടാവില്ലേ. രണ്ടാളും അറിഞ്ഞൊരു കോപ്പറേറ്റീവ് മൈൻഡിൽ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, പുറത്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ ഡീൽ ചെയ്യുകയും ചെയ്യും. ആരെങ്കിലും വന്നാൽ സിഗ്നലും തരും, കണ്ണടക്കുകയും ചെയ്യും. പക്ഷെ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പണി കൂടും. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ പണിക്കാരനായി ജനിച്ചു പോയില്ലേ, അത്രേ ഉള്ളൂ. അപ്പം ഷിമോഗയെന്നും പിന്നെ കൊച്ചിന്നും എൻ്റെ പരിപ്പെടുത്തിട്ടാണ് മക്കളെ അവർ പോയത്. തിരിച്ച് പിന്നെ അവരെ തീവണ്ടി കയറ്റി വിട്ടിട്ടുള്ളൂ. അവർ പിന്നെ മംഗലാപുരം പോയിട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റല്ലേ, അവർ പോയിക്കോളും. ബഹുത്ത് ബ്യൂട്ടിഫുൾ ഡേയ്സ്. ഞാൻ എവിടെ പോയാലും എന്നെ തേടി വരും ഈ മുതൽ. എന്താണ് എനിക്കറിയില്ല. നമസ്കാരം.